നമസ്കാരം. ബീഹാറിലെ ചപ്ര ജില്ലയിൽ ബി.ജെ.പി. ആർ.ജെ.ഡി. പ്രവർത്തകർ തമ്മിൽ വൻപൻ സംഘർഷം ഉണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഈ സംഘർഷത്തിനിടയിൽ ഉണ്ടായ വെടിവെപ്പിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ഥിതിഗതികളൊക്കെ നിയന്ത്രണ വിധേയമാക്കാൻ പ്രദേശത്ത് ഇപ്പോൾ കനത്ത പോലീസ് വിന്യാസം ഒരുക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും വൈരാഗ്യങ്ങളും തന്നെയാണ് ഇപ്പോൾ ഈ സംഘർഷത്തിലേക്ക് നയിച്ചത് എന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത്. നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഭിഖാരി താക്കൂർ ചൌക്കിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ആർ.ജെ.ഡിയുടെ സ്ഥാനാർത്ഥിയും ലാലു പ്രസാദ് യാദവിന്റെ മകളുമായ രോഹിണി ആചാര്യ തിങ്കളാഴ്ച അനുയായികളോടൊപ്പം ഒരു പോളിംഗ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. അവിടെ അവർ വോട്ടർമാരോട് അനുയോജ്യമല്ലാത്ത രീതിയിൽ പെരുമാറി എന്നതടക്കമുള്ള ചില പരാതികളും ഉയർന്നു വന്നിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ സംഘർഷം ആർ.ജെ.ഡിയുടെയും ബി.ജെ.പിയുടെയും പ്രവർത്തകർ തമ്മിൽ ഉടലെടുത്തത്. ഈ ഒരു വാക്ക് തർക്കമാണ് ഇപ്പോൾ വലിയ സംഘർഷത്തിലേക്കും ഒരാളുടെ കൊലപാതകത്തിലേക്കും നയിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്ത് ഉടൻ തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളുണ്ട്. മാത്രമല്ല ഇന്റർനെറ്റ് സേവനം ഉൾപ്പെടെ ഇപ്പോൾ ഇവിടെ വിലക്കിയിട്ടുണ്ട്. ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ബീഹാറിൽ ബി.ജെ.പിയും ആർ.ജെ.ഡിയും തമ്മിൽ വമ്പൻ ഏറ്റുമുട്ടൽ തന്നെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.